1991 ജൂലൈ 19 12 വയസ്സുള്ള ജേറഡ് നെഗ്രറ്റി സ്കൗട്ട് മെമ്പേഴ്സിനൊപ്പം ആദ്യമായി ഓവർനൈറ്റ് ഹൈക്കിങ്ങിന് പുറപ്പെട്ടു. അവരുടെ ഗ്രൂപ്പിൽ മൊത്തം 6 സ്കൗട്ട് മെമ്പേഴ്സും ഒരു സ്കൗട്ട് മാസ്റ്ററും ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം സമുദ്രനിരപ്പിൽ നിന്നും 3500 മീറ്റർ ഉയരത്തിലുള്ള മൗണ്ട് സാൻ ഗോർഗോണിയോ പർവ്വതശൃംഗത്തിലേക്കാണ് അവർ ഹൈക്ക് ചെയ്തത്. സദേൺ കാലിഫോർണിയയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് സാൻ ഗോർഗോണിയോ സാൻ ബെർണാഡിനോ നാഷണൽ ഫോറസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലമുകളിലെത്തിയതിനു ശേഷം തിരിച്ച് മലയിറങ്ങി താഴെയുള്ള ബേസ് ക്യാമ്പിൽ നൈറ്റ് സ്റ്റേ ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ. വൈകിട്ട് 6 മണിയോടടുത്ത് അവർ മലമുകളിലെത്തിയപ്പോഴാണ് ജേറഡ് അവരുടെ കൂട്ടത്തിൽ നിന്നും മിസ്സിംഗ് ആയ കാര്യം സ്കൗട്ട് മാസ്റ്റർ ശ്രദ്ധിച്ചത്. ഇതേ സമയം മറ്റൊരു ഹൈക്കിംഗ് ഗ്രൂപ്പ് ജേറഡ് ഒറ്റയ്ക്ക് താഴേക്ക് നടന്നു പോകുന്നത് കണ്ടു എന്ന് സ്കൗട്ട് മാസ്റ്ററിനെ അറിയിച്ചു. സിക്സാക് ഷേപ്പിലുള്ള ഹൈക്കിംഗ് ട്രെയിലൂടെ താഴേക്ക് പോകേണ്ടതിന് പകരം ഷോർട്ട് കട്ട് എടുത്ത് കാട് കയറിയാണ് അവൻ പോയതെന്നും അവർ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ഹൈക്കറായ സ്കൗട്ട് മാസ്റ്റർ ബാക്കിയുള്ള സ്കൗട്ട് മെമ്പേഴ്സിനെയും കൂട്ടി മലയിറങ്ങി. താഴേക്കുള്ള വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ജേറഡിനെ കണ്ടുകിട്ടുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഹൈക്കിംഗ് ട്രെയിലിലൂടെ മലയിറങ്ങി അവർ താഴെയുള്ള മീറ്റിംഗ് പോയിന്റിൽ എത്തിയിട്ടും ജേറഡിനെ കാണാനില്ല. ഒടുവിൽ ആ ഇരുട്ടത്ത് 5 മൈൽ ഹൈക്ക് ചെയ്ത് ബേസ് ക്യാമ്പിലെത്തി അവർ സഹായം തേടി. തുടർന്ന് പോലീസും സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമും 3000 വോളണ്ടിയേഴ്സും ചേർന്ന് ആ പർവ്വതത്തിന് ചുറ്റുമുള്ള 50 സ്ക്വയർ മൈൽ ഏരിയയിൽ തിരച്ചിൽ ആരംഭിച്ചു. 3 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ ജേറഡ് ധരിച്ചിരുന്ന ഹൈ ടോപ്പ് ടെന്നീസ് ഷൂസിന്റെ ഫുട് പ്രിന്റ് കണ്ടെത്തി. ഇതിന്റെ ഫുൾ വീഡിയോ കാണാനായി വീഡിയോയുടെ താഴെ കാണുന്ന പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യൂ.